കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ തെങ്ങിൻ്റെ ഇനങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വിവിധ ഇനം തെങ്ങുകളുണ്ട്. ഉയരം കൂടിയ നെടിയ ഇനങ്ങൾ, ഉയരം കുറഞ്ഞ കുറിയ ഇനങ്ങൾ എന്നിങ്ങനെ തെങ്ങിനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം. നെടിയ ഇനങ്ങൾ ലോകമെമ്പാടും പൊതുവെ കണ്ടുവരുന്ന ഒരിനമാണ് ഉയരം കൂടിയ ഇനം. സാധാരണഗതിയിൽ ഇവ നട്ടുകഴിഞ്ഞ് 5 മുതൽ 7 വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പശ്ചിമതീര നെടിയ ഇനവും പൂർവ്വതീര നെടിയ ഇനവുമാണ്. ചന്ദ്രകൽപ്പ, കേരചന്ദ്ര, കൽപ്പപ്രതിഭ, കൽപ്പതേനു, കൽപ്പതരു, കൽപ്പമിത്ര, കൽപ്പഹരിത, കൽപ്പശതാബ്ദി, കേരളം എന്നിവയാണ് CPCRIയിൽ നിന്നും പുറത്തിറക്കിയ നെടിയ ഇനങ്ങൾ. കുറിയ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആയുർദൈർഘ്യം കുറഞ്ഞ കുറിയ ഇനങ്ങൾ പ്രധാനമായും ഇളനീർ ആവശ്യത്തിനും സങ്കര ഇനങ്ങളുടെ ഉൽപ്പാദനത്തിനുമാണ് കൃഷി ചെയ്യുന്നത്. കുറിയ ഇനങ്ങൾ നട്ടുകഴിഞ്ഞ് 3-4 വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും. ചാവക്കാട് ഓറഞ്ച് കുറിയ ഇനം, കൽപ്പകശ്രീ, കൽപ്പകരക്ഷ, കൽപ്പജ്യോതി, കൽപ്പസൂര്യ എന്നിവ CPCRIയിൽ നിന്നും പുറത്തിറക്കിയ കുറിയ ഇനങ്ങളാണ്. ഇവയിൽ കൽപ്പശ്രീ, കൽപ്പരക്ഷ എന്നിവ കാറ്റ് വീഴ്ച, രോഗബാധമുള്ള പ്രദേശങ്ങളിൽ അനുയോജ്യമാണ്. ചാവക്കാട് ഓറഞ്ച് കുറിയ ഇനം ഇളനീരിന് ഏറ്റവും അനുയോജ്യമാണ്. സങ്കര ഇനങ്ങൾ നെടിയ ഇനങ്ങളും കുറിയ ഇനങ്ങളും തമ്മിലുള്ള വർഗ സങ്കരണത്തിലൂടെയാണ് സങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സങ്കര ഇനങ്ങൾ ഉൽപ്പാദനക്ഷമത കൂടിയവയും നേരത്തെ കായ്ക്കാൻ തുടങ്ങിയുന്നതുമാണ്. ജലസേചനം, വളപ്രയോഗം തുടങ്ങിയ വളപരിപാലന മുറയുമായി നന്നായി അനുവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ സങ്കര ഇനങ്ങൾ മികച്ച വിളവ് നൽകുന്നു. കേരസങ്കര, ചന്ദ്രസങ്കര, ചന്ദ്രലക്ഷ, കൽപ്പസമൃദ്ധി, കൽപ്പസങ്കര, കൽപ്പശ്രേഷ്ഠ എന്നിവയാണ് CPCRIയിൽ നിന്നും പുറത്തിറക്കിയ സങ്കര ഇനങ്ങൾ. ഇതാണ് വിവിധതരം തെങ്ങിനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും.